നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണ് ശമ്പളം, സർവീസ് പെൻഷൻ, ക്ഷേമ പെൻഷൻ. ഇവയെല്ലാം സമയത്ത് നൽകാനാകുമോ എന്ന ചോദ്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ധനവകുപ്പിന്റെ കണക്കുകളാണ് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഇപ്പോഴുള്ള ചോദ്യം, ഈ പ്രതിസന്ധിക്ക് കാരണം ആരാണ്? കേന്ദ്ര സർക്കാരാണോ, സംസ്ഥാനത്തിന്റെ ധനകാര്യ നിയന്ത്രണ കുറവോ, അല്ലെങ്കിൽ രണ്ടും ചേർന്നതാണോ എന്ന് നോക്കാം. സംസ്ഥാന സർക്കാർ തുറന്നു പറയുന്നത് ഇതാണ്: ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ്. കേന്ദ്ര ഗ്രാനറിയിലെ വൻ ഇടിവ്. മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റിൽ വലിയ കുറവുണ്ട്. ഇതാണ് സംസ്ഥാന വരുമാനത്തിൽ ആദ്യത്തെ വലിയ ആഘാതം സൃഷ്ടിച്ചത്. കടമെടുപ്പ് വെട്ടിക്കുറച്ചു. കേന്ദ്രം അനുവദിച്ചിരുന്ന 12,516 കോടി രൂപയുടെ കടമെടുപ്പിൽ നിന്ന് 5,944 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ ക്യാഷ് ഫ്ലോ തകർന്നു. സാധാരണയായി സർക്കാർ കടമെടുത്താണ് ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ സമയത്ത് നൽകുന്നത്. ഈ വഴി അടഞ്ഞതോടെ പ്രതിസന്ധി രൂക്ഷമായി. സംസ്ഥാനത്തിന്റെ മറ്റൊരു പ്രധാന ആരോപണം GST വരുമാനം ഇടിഞ്ഞത് കേന്ദ്ര തീരുമാനങ്ങൾ മൂലമാണ്. ദീപാവലി നികുതി ഇളവ്. കേന്ദ്ര സർക്കാർ ദീപാവലി സമ്മാനമായി പ്രഖ്യാപിച്ച നികുതി ഇളവുകളാണ് GST വരുമാനം കുറയാൻ കാരണമെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. ഭാവി കണക്കുകൂട്ടലിൽ ധനവകുപ്പിന്റെ കണക്കുകൾ പറയുന്നത് അടുത്ത വർഷം GST ഇനത്തിൽ മാത്രം ഏകദേശം 8,000 കോടി രൂപയുടെ കുറവുണ്ടാകും. ഇത് സംഭവിച്ചാൽ സംസ്ഥാനത്തിന്റെ വരുമാനം അടിസ്ഥാനം തന്നെ കുലുങ്ങും. സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള വരുമാനം ഇവയെല്ലാം കഴിഞ്ഞാൽ പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള വരുമാനം ഭൂനികുതി. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുക? ഭൂനികുതി വരുമാനം ലക്ഷ്യമിട്ടതിനേക്കാൾ വളരെ താഴെയാണ്. ഇവിടെ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിനകത്തുള്ള വരുമാന രേഖ സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ട്. കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ എത്രത്തോളം ന്യായമുണ്ട് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ഇവിടെയാണ് ഒരു നല്ല വാർത്തയുള്ളത്. ലക്ഷ്യമിട്ടതിന്റെ 58% മാത്രമേ വരുമാനം എത്തിയിട്ടുള്ളൂ എങ്കിലും വികസന പദ്ധതികൾക്കായുള്ള ചെലവിൽ 20% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് സർക്കാർ വികസനം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇതേസമയം വികസന ഫണ്ട് വെട്ടിക്കുറയ്ക്കാതെ ശമ്പളവും പെൻഷനും എങ്ങനെ നൽകും? ഇവിടെയാണ് സർക്കാരിന്റെ വലിയ ധർമ്മസങ്കടം. കണക്കുകൾ നോക്കുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 27,656 കോടിയിൽ നിന്ന് 31,223 കോടിയായി. ഇതാണ് ചെലവിലുണ്ടായ ഏറ്റവും വലിയ വർധന. അതോടൊപ്പം മറ്റ് ഭരണ ചെലവുകളും കുത്തനെ ഉയർന്നു. ആകെ ചെലവിന്റെ 59% പോകുന്നത് പലിശ, ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കാണ്. അതായത് സർക്കാരിന് പുതിയ പദ്ധതികൾക്കായി വളരെ കുറച്ച് പണമാണ് ബാക്കി വരുന്നുള്ളൂ. ഇതിനിടയിൽ സർക്കാർ ജീവനക്കാർക്ക് 2 ഗഡു ക്ഷാമബത്ത DA നൽകാനുള്ള ഫയൽ ധനമന്ത്രിയുടെ പരിഗണനയിലാണ്. ആദ്യ പദ്ധതി അടുത്ത ശമ്പള പരിഷ്കരണത്തിന് മുമ്പ് 3% വീതം 2 ഗഡു DA അനുവദിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഈ തീരുമാനം വളരെ നിർണായകവും അപകടകരവുമാണ്. DA നൽകിയാൽ പ്രതിമാസ ചെലവ് കുത്തനെ ഉയരും. നൽകിയില്ലെങ്കിൽ ജീവനക്കാരിൽ വലിയ അസന്തോഷവും. സർക്കാർ ഏതു വഴി പോകും? കാത്തിരുന്നു കാണാം. ഇപ്പോൾ നാം എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. വരും മാസങ്ങളിൽ എന്ത് സംഭവിക്കും? വികസന പദ്ധതികൾ വീണ്ടും വെട്ടിക്കുറയ്ക്കും. ചില പദ്ധതികൾ സ്റ്റോപ്പ് ചെയ്യാം. DA നീട്ടിവെക്കാം. ക്ഷേമ പെൻഷൻ വിതരണം വൈകാം. വരുമാന ശേഖരണം ശക്തമാക്കിയാൽ, ഭൂനികുതി പരിഷ്കരിച്ചാൽ, കേന്ദ്രവുമായി ശക്തമായ ചർച്ച നടത്തിയാൽ ഈ പ്രതിസന്ധി ഒരു അവസരമാക്കാനും കഴിയുന്നതായിരിക്കും. ഇത് വെറും അക്കങ്ങളുടെ പ്രശ്നമല്ല, സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള വിഷയമാണ്. ശമ്പളം, പെൻഷൻ, വികസനം മൂന്നിനും ഇടയിൽ സമതുല്യമായ വഴി കണ്ടെത്തുക സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്